ആണോ ശ്രീ അരുൺകുമാർ? ഒരു നിമിഷം ശ്രീ ജാഫർ ഖാൻ, ഒരു പുകമറ സൃഷ്ടിക്കുകയാണോ ധനമന്ത്രി? പൊതുസമൂഹത്തിന് മനസ്സിലാക്കണം. അല്ല ഇദ്ദേഹം ബഹുമാനപ്പെട്ട സുഹൃത്ത് തനി രാഷ്ട്രീയ സ്വഭാവത്തോടെ പറയുക. ഇവിടെ ഞാൻ പറയാം ഒറ്റ UDFന്റെ ഭരണകാലത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു 32 ലക്ഷം × 600 205 കോടി രൂപ മതി ഒരു മാസം പെൻഷൻ കൊടുക്കാൻ. ഇന്ന് 62 ലക്ഷം × 1600, അതായത് 992 കോടി വേണം. അതായത് UDFന്റെ കാലത്ത് ഒരു മാസം കൊടുത്ത പെൻഷൻ കൊടുക്കാനുള്ള തുകയുടെ 5 ഇരട്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാസം കൊടുക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും അനധികൃതമായി കൊടുക്കാനാണോ ഗവൺമെന്റ് ശ്രമിക്കുക? രണ്ട്, കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും വലിയ സാമ്പത്തികമായിട്ടുള്ള ഉപരോധത്തിന്റെ ഭാഗമായി 2022 മാർച്ച് 31 വരെ ഒരു മാസം പോലും കുടിശ്ശികയില്ലാതെ പെൻഷൻ കൊടുത്തു. 2022 മാർച്ച് 31 ശേഷം പെൻഷൻ കമ്പനികളുടെ മേലുള്ള നിയന്ത്രണത്തിന്റെ ഭാഗമായി പെൻഷൻ വിതരണത്തിൽ കാലതാമസം വന്നു. 3-4 മാസത്തെ കുടിശ്ശിക വന്നത് നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പൊ കൊടുക്കാൻ പണമില്ലാതെ വരുമ്പോ അനധികൃതമായി കൊടുക്കാനാണോ ആരെങ്കിലും ശ്രമിക്കുക? ഇന്റഗ്രിറ്റിയുടെ പ്രശ്നം. നോക്കൂ, ജാഫർ ഖാൻ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമല്ലേ അരുൺ? അതായത് വിവിധ സർവീസ് സംഘടനകളിൽപ്പെട്ടവർ പരസ്പരം നോക്കുകയാണ്. നീയാണോ ആ സർവീസ് പെൻഷൻ, ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയത്? കേരളത്തിലെ പൊതുസമൂഹത്തിലെ കോളേജ് അധ്യാപകരെയും ഹയർ സെക്കൻഡറി അധ്യാപകരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്, പേര് വെളിപ്പെടുത്താതെ ഈ കാര്യം മാത്രം വെളിപ്പെടുത്തുമ്പോൾ. അപ്പോൾ പേര് വെളിപ്പെടുത്തിക്കൂടെ എന്നാണ് അസോസിയേഷന്റെ പ്രതിനിധി ചോദിക്കുന്നത്. അത് ന്യായമായ ചോദ്യമല്ലേ അരുൺ? അത് നിയമപരമായിട്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യും. അതായത് ഇപ്പോൾ 1452 പേരുടെ കണ്ടെത്തി. അവർക്കെല്ലാം ഇൻഡിവിജ്വൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പെൻഷന് പുറമെ അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ പുറമെ ഇന്ന ആനുകൂല്യത്തിന് പുറമെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാരണം ബോധിപ്പിക്കാനുള്ള നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ 2 കേസുണ്ട്, അത് വളരെ ഗൗരവമാണ്. ഇപ്പോൾ ജന്മന അംഗവൈകല്യമുള്ള ഒരാൾ, അത് അംഗവൈകല്യ പെൻഷൻ 18 വയസ്സിന് ശേഷം കിട്ടുന്നു. അയാൾക്ക് ഒരു 40 വയസ്സാവുമ്പോൾ ഒരു ജോലി കിട്ടുന്നു. ആ പെൻഷൻ റദ്ദാക്കാതെ അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ കൊടുക്കാതെ ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളം അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ അത് കൃത്യമായി ഇൻഫോം ചെയ്ത് എനിക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇനി വേണ്ട എന്ന് പറയേണ്ട ചുമതലയുണ്ട്. അതുപോലെ ഒരു വിധവയ്ക്ക് ഒരു 40-50 വയസ്സിൽ ജോലി കിട്ടുന്നു. അത്തരം സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഇത് സൂക്ഷ്മമായി പരിശോധിക്കുക. ഒരാളെയും പൊതുസമൂഹത്തിൽ പേരുദോഷം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊന്നും ഗവൺമെന്റിനില്ല. ഗവൺമെന്റ് ഇത് അന്വേഷണം ആരംഭിച്ചു, നോട്ടീസ് ഇഷ്യൂ ചെയ്തു, അവരുടെ മറുപടി മേടിക്കും. ആക്കാത്തതല്ലേ? അതിൽ കുറ്റമറ്റതായി മസ്റ്ററിംഗ് പ്രക്രിയ നടത്തിയിരുന്നെങ്കിൽ എങ്ങനെയാണോ സർവീസ് പെൻഷന്റെ കാര്യത്തിലുള്ളത് അതുപോലെ ഒരു മസ്റ്ററിംഗ് സംവിധാനം ഇവിടെ അക്ഷയ കേന്ദ്രത്തിൽ പോവുക, അവിടെ ഒരു വിരലടയാളം കൊടുത്താൽ പ്രശ്നം അവസാനിച്ചു, അവിടെ സർവീസ് പെൻഷൻ കിട്ടും. അതിനേക്കാൾ സൂക്ഷ്മമായ ഒരു മസ്റ്ററിംഗ് പ്രക്രിയ നടപ്പിൽ വരുത്തേണ്ടതല്ലേ? അതല്ലേ ഇന്നിപ്പോ കോട്ടക്കലിൽ സംഭവിച്ചത്? അതല്ലേ ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട NGO അസോസിയേഷന്റെ പ്രതിനിധി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് നടത്തുന്നത്. ഇവിടെ മസ്റ്ററിംഗ് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്ഷയ സെന്ററിൽ പോയി തമ്പ അടയാളം എടുക്കുന്നത് മാത്രമല്ല, കൃത്യമായി ആദ്യം തന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, 2016 തന്നെ പറഞ്ഞു പെൻഷൻ ഏകീകരിക്കുന്നു, ക്രോഡീകരിച്ച ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തിറക്കിയപ്പോൾ ഇന്നതാണ് പെൻഷന്റെ മാനദണ്ഡം. ഈ മാനദണ്ഡങ്ങളിൽ അനധികൃതമായി നിരവധി ശതമാനം ആളുകളുണ്ട്. അതുകൊണ്ട് സ്വയം പിരിഞ്ഞു പോകാൻ ഇത്ര മാസം സമയം. കാരണം പലർക്കും ആ മാനദണ്ഡങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഇതിന് അർഹത അല്ലെങ്കിൽ പിരിഞ്ഞു പോകാം, അത് പിരിഞ്ഞു പോകാനുള്ള സമയം കൊടുത്തു. കുറേ വലിയ ശതമാനം ആളുകൾ പിരിഞ്ഞു പോയി, കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി. എന്നിട്ട് പിരിഞ്ഞു പോകാത്തവരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി. വീട്ടിൽ വന്ന് പരിശോധിക്കുന്നു, റവന്യൂ റെക്കോർഡ്സ് പരിശോധിക്കുന്നു. അതുപോലെ ഗൾഫിൽ വിദേശത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിരവധി ജോലിയുള്ള മക്കൾ ഉള്ളപ്പോൾ, മരുമക്കൾ ഉള്ളപ്പോൾ വീട്ടിൽ താമസിക്കുന്നവരടക്കം പെൻഷൻ വാങ്ങിക്കുന്ന സാഹചര്യമൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് അവരുടെയൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്. ഇത് ഗവൺമെന്റ് സംവിധാനത്തെ കബളിപ്പിക്കാൻ വേണ്ടി കുറ്റകരമായി ഗൂഢാലോചന നടത്തി ചില ആളുകൾ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നു. ഇത് സംവിധാനം ചെയ്യേണ്ടത് പഞ്ചായത്താണല്ലോ. പെൻഷൻ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്ന സംവിധാനമല്ല പഞ്ചായത്ത് തലത്തിൽ. ചില പഞ്ചായത്ത് മെമ്പർമാർ അവർക്ക് ജയിച്ചു കയറി വരാൻ വേണ്ടി വേണ്ടപ്പെട്ടവർക്ക് ചില അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായി ഒരു പരിഗണന കൊടുക്കുന്നു. അത്തരത്തിൽ വരുമ്പോൾ അതായത് ഈ സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള സാമൂഹ്യക്ഷേമ പെൻഷന്റെ അടിവേരറുക്കുന്നത് ജനപ്രതിനിധികളും ചില ഉദ്യോഗസ്ഥരും കൂടി ചേർന്നാണോ? അവർ തമ്മിലൊരു ഗൂഢാലോചനയുണ്ടോ എന്നതാണ് ഇപ്പോൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ മാത്രം 42 പേരിൽ 38 പേരും അനർഹരാണെന്ന് പരിശോധനാ വിഭാഗം കണ്ടെത്തുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, എന്താണ് പാകപ്പിഴ എന്നത് പരിശോധിക്കേണ്ടതല്ല.